നമ്മുടെ ഈ പുതിയ AI വേൾഡിൽ നമുക്കൊരു പ്രൊഡക്റ്റ്, അതായത് ഒരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ സമയം മതി. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ മാസങ്ങളെടുത്ത് ചെയ്തിരുന്ന പ്രൊജക്റ്റുകളൊക്കെ മേ ബി ഒരു മന്തോ അല്ലെങ്കിൽ അതിന് താഴെയോ സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഡെവലപ്പേഴ്സ് അത് നല്ല രീതിയിൽ ലിവറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം നോക്കൗട്ട് ടൂളുകൾ ആക്സസ് ഉണ്ടാവും. പക്ഷേ എന്നാലും ഇപ്പോഴുള്ള ഈ നോക്കൗട്ട് ടൂളുകളൊന്നും 100% നിങ്ങൾക്കൊരു ഫുൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് എത്തിയിട്ടില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ, കമ്മിങ് ഫ്യൂച്ചർ എത്തുമായിരിക്കും. ഹായ് എവ്രി വൺ, ഞാനിത് ഈ ഒരു ടോപ്പിക്കൂടെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ യൂട്യൂബിലുള്ള ഈ പല വീഡിയോസും കണ്ടിട്ട് ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമുക്കൊരു പ്രൊഡക്റ്റ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിനാണ് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് എൻ്റെ ക്ലയൻറ്റ്സ് ഒന്ന് എക്സിസ്റ്റിംഗ് ആയിട്ട് ബിസിനസ്സുള്ള കസ്റ്റമേഴ്സാണ്. എക്സിസ്റ്റിംഗ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ അവർ റവന്യൂ അതിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ലെവലിലോട്ട് അവർക്ക് ആ ബിസിനസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ടൈപ്പ് കസ്റ്റമർ. പിന്നെ എനിക്ക് വരുന്ന മെജോറിറ്റി എൻക്വയറി, മേ ബി ഒരു ഓൾമോസ്റ്റ് 90% എൻക്വയറിയും വരുന്നത് കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ടെക്നോളജിയിൽ യാതൊരു നോളജും ഇല്ല. അവർക്കൊരു ഐഡിയയിൽ സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ അവരത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് റിസോഴ്സസിലോട്ടുള്ള ആക്സസ് വളരെ കുറവാണ്. മേ ബി സമയം കുറവായിരിക്കും, അല്ലെങ്കിൽ പൈസ കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രീവിയസ്ലി ഇതൊന്നും ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ തന്നെ മെയിൻലി നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് എട്ടെക്കിലാണ് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ എട്ടെക്ക് തന്നെ മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് എനിക്ക് കേരളത്തിലുണ്ട്. പല രീതിയിൽ റവന്യൂ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഓക്കെ, ചിലപ്പോൾ ഒരു 50 ലക്ഷം രൂപ തൊട്ട് കോടികൾ റവന്യൂ ഉണ്ടാക്കുന്ന ആൾക്കാർ എൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. അപ്പം ഈ ക്ലയൻറ്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊക്കെ അത്യാവശ്യം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണ്. കാരണം അവർ ഓൾറെഡി റവന്യൂ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ നിന്ന് തന്നെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടുള്ള പല ആൾക്കാരും, ചില ആൾക്കാർ ലോൺ എടുത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ലോൺ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ സേവിങ്സ് എടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഈ വലിയ ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഈ കാര്യം കുറച്ചും കൂടി റിസ്കിയറാണ്. ഇത് രണ്ട് അപ്രോച്ചിലുമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും വലിയ ബ്രാൻഡുകൾക്ക് ചെയ്യുന്ന അതേപോലെയല്ല ഒരു ബിഗിനേഴ്സിനും ചെയ്യേണ്ടത്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ IWB ലോഞ്ച് എന്നുള്ളൊരു സർവീസ് ഞാനിവിടെ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, IWB ലോഞ്ച് ഓൾറെഡി ഞാനൊരു സോഫ്റ്റ് ലോഞ്ചായിട്ട് ഞാനൊരു കഴിഞ്ഞ നവംബർ തൊട്ട് തന്നെ ഞാനിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ ലിങ്ക്ഡിനിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഞാനത് ഒഫീഷ്യലി അത് ലോഞ്ച് ചെയ്യാണ്. ഈ IWB ലോഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എൻഡ് ടു എൻഡ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻക്യുബേഷൻ സർവീസ് പോലെയാണ്. അപ്പം നമ്മൾ നോർമൽ ഒരു സർവീസ് കമ്പനിയും IWB ലോഞ്ചും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ഞാൻ പറയാം. യൂഷ്വലി ഇപ്പോൾ ഞാൻ 2017 എൻ്റെ ജസ്റ്റ് ആഫ്റ്റർ ദ കോളേജ് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, ഈവൻ ദോ എനിക്ക് ഡെവലപ്മെൻറ്റ് അറിയുന്നെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ലെവൽ പ്രൊജക്റ്റ് ഒന്നും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഡെവലപ്പർ അന്വേഷിച്ച് മാർക്കറ്റിൽ ഇറങ്ങി പല കാര്യങ്ങളും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഡെവലപ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂഷ്വലി അത്ര നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സർവീസ് കമ്പനീസ് ഉണ്ടാവും. ആ സർവീസ് കമ്പനിനെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയ ചെയ്യാൻ എത്ര കോസ്റ്റ് ആവുമെന്ന് പറയും. അപ്പോൾ അവർ പലരും പല പ്രൈസ് പറയും. അപ്പോൾ യൂഷ്വലി ഇവർക്ക് ആകെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ മേ ബി ആ ഒരു കമ്പനീൻ്റെ പോർട്ട്ഫോളിയോ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ബഡ്ജറ്റ് പ്രശ്നമുള്ളതുകൊണ്ട്, ഇപ്പോൾ ഒരു കമ്പനി പറഞ്ഞു 10 ലക്ഷം, വേറൊരു കമ്പനി 8 ലക്ഷം പറഞ്ഞു, വേറെ കമ്പനി 12 ലക്ഷം പറഞ്ഞു, വേറെ കമ്പനി 2 ലക്ഷം പറഞ്ഞു, വേറൊരു കമ്പനി 50,000 പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇവർ ഈ 50,000 വർക്ക് 50,000 ഇത് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ ലോ കോസ്റ്റ് ആയിട്ട് വാങ്ങുന്ന സാധനം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഇവരെന്താണ് വാങ്ങുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കാർ ഷോറൂമിൽ പോയിട്ട് എനിക്കൊരു കാറ് വേണമെന്ന് പറയുന്ന പോലെയാണ്. എല്ലാ കാറും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഡിഫറൻസസ് ഉണ്ടാവും. മേ ബി നിങ്ങൾക്കൊരു 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്കുള്ള നാനോ തൊട്ട് അങ്ങോട്ട് കോടികൾ വിലയുള്ള കാറുകൾ വരെ വാങ്ങാൻ പറ്റും. അപ്പം ഇതുവരെ കാറ് കാണാത്ത, ഇതുവരെ കാർ എന്താണെന്ന് അറിയാത്ത ഒരാൾ വന്നിട്ട് എനിക്കൊരു കാറ് വേണമെന്ന് പറയുന്ന പോലെയാണ് നിങ്ങളൊരു സർവീസ് കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൽ IWB ലോഞ്ച് നിങ്ങളെവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ നോട്ട് ജസ്റ്റ് എ സർവീസ് കമ്പനി. നമ്മളൊരു സർവീസ് കമ്പനി എന്ന് വിളിക്കപ്പെടാൻ വരെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് കമ്പനിയാണ്, പ്രൊഡക്റ്റ് സ്റ്റുഡിയോ എന്നൊക്കെ പറയും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നമ്മളടുത്ത് വരുമ്പോൾ നമ്മളൊരിക്കലും നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് ചെയ്യാൻ ഇത്ര ടൈം എടുക്കും, ഇത്ര കോസ്റ്റ് ആകുമെന്ന് പറഞ്ഞ പ്രപ്പോസൽ അല്ല തരിക.
നമ്മുടെ ഒരു ടീമിൻ്റെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഈ ഐഡിയ നമ്മളൊന്ന് ബേസ് ലെവലൊന്ന് വാലിഡേഷനൊക്കെ ചെയ്യും. ഓക്കെ, ഒരു ഐഡിയ, ചില ഐഡിയാസ് നമുക്ക് പേപ്പറിൽ തന്നെ വാലിഡേറ്റ് ചെയ്താൽ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ചെറിയ രീതിയിൽ ലോഞ്ച് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. IWB ലോഞ്ചിൻ്റെ നമ്മളൊരു പോളിസി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ഇൻ 7 days, ബിൽഡ് ഇൻ 30 days. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയ ആയിട്ട് വരാം, നമ്മുടെ ടീമിൻ്റെ കൂടെ ഇരിക്കുക, 7 days ഇരുന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഫുൾ പ്ലാൻ ചെയ്യുക ആൻഡ് വിൽ ക്രിയേറ്റ് എ ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ട് ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും നമ്മൾ. മേ ബി ഒരുപാട് സാഷ് പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഇ-കൊമേഴ്സ് ആണെങ്കിൽ ഷോപ്പിഫൈ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഒരു 30 daysനുള്ളിൽ ബിൽഡ് ചെയ്യും. ഇതിൽ വലിയ അഡ്വാൻറ്റേജ് നിൽക്കുന്നത് വെച്ചാൽ ആ 30 days എന്നുള്ള ടൈം വളരെ കുറഞ്ഞ സമയമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കോസ്റ്റും കമ്പാരിറ്റീവ്ലി ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു കസ്റ്റം പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ മച്ച് ചീപ്പർ കോസ്റ്റിൽ നിങ്ങൾക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ സർവീസ് തീരുന്നില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ നിങ്ങൾക്ക് ഇനീഷ്യൽ പ്ലാനിങ്ങിന് പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും. അതിൻ്റെ ലീഗൽ സൈഡ്സിൽ, കംപ്ലയൻസ് സൈഡിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള CA, CS, അഡ്വക്കേറ്റ്സുമായിട്ടൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യും. എന്നിട്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ആയതിനു ശേഷം പ്രൊഡക്റ്റിൻ്റെ ഒരു MVP നമ്മൾ ബിൽഡ് ചെയ്യും. ഓക്കെ, ഈ MVP ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല ഐഡിയ, എനിക്കൊരു ഡെലിവറി ആപ്പ് വേണമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സ്വിഗ്ഗിനെ പോലെ ഒരു ആപ്പ് ബിൽഡ് ചെയ്യണമെന്ന് ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെയല്ല, ഒരു മാർക്കറ്റിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഏതൊരു നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വിൽക്കാൻ പറ്റുക, അതിൽ നിന്നൊരു ട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അതിൻ്റെ സക്സസ് മെട്രിക്സ്, റവന്യൂ ആവാം അല്ലെങ്കിൽ ഗ്രോത്ത് ആവാം, അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ സാധനം ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലാതെ ലക്ഷങ്ങൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യല്ല. അപ്പോൾ ഇതിന് വേണ്ട റെഡി ടു ഗോ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ടീമും നമ്മുടെ ടീമും ഇരുന്നിട്ട് ബിൽഡ് ചെയ്യും. ഓക്കെ, അപ്പം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ AI എന്നുള്ള സംഭവം, സാങ്കേതിക വിദ്യ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ടൈം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കും, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡുകൾ എഴുതാൻ ശ്രമിക്കും. എന്നിട്ട് ഇത് ബിൽഡ് ചെയ്ത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് 3 months നമ്മുടെ ടീം നിങ്ങളുടെ ഗ്രോത്ത് റിവ്യൂ ചെയ്യും. ബൈ വീക്കിലി നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നിങ്ങൾ കൺവേർട്ട് ആയോ, എന്താണ് അതിന് വരുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളൊരു ടീം മെമ്പറിനെ പോലെ നമ്മളെ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ 3 months കഴിയുന്നതോടുകൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്. ഓക്കെ, ഇത് വർക്ക് ആവുന്നുണ്ട്, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അപ്പോൾ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. ഇനി അതല്ല, ഇത് വർക്ക് ആവുന്നില്ല, ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇനി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് തോന്നുകയാണ് പീപ്പിൾ ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദിസ് പ്രൊഡക്റ്റ്, ഇതെനിക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്പിൽ എപ്പോഴും സിമ്പിളായിട്ട് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ കാണുന്ന വലിയ കുറേ കമ്പനീസൊക്കെ ഉണ്ടാവും, അവരാരും അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ അവരുടെ ഏർലി സ്റ്റേജിലൊന്നും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടായിരിക്കും അത് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം മാർക്കറ്റിൽ നിന്ന് ആ ഒരു റെസ്പോൺസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ട് ആ ആൾക്കാരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിലും, ഓക്കെ, അപ്പം എൻ്റെ പ്രീവിയസ് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നിങ്ങൾ എത്ര ലക്ഷങ്ങൾ മുടക്കി പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിലും ഇനീഷ്യൽ ആ ഒരു 1 to 6 months സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് ഫീഡ്ബാക്സ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റിൽ കൂടുതൽ ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കംപ്ലീറ്റ്ലി പിവേർട്ട് ചെയ്യേണ്ടി വരും. കംപ്ലീറ്റ്ലി പിവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് പോകാം. അത് ആ ഒരു ഇനീഷ്യൽ 6 months ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാതെ വളരെ ബേസ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുക എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IWB ലോഞ്ചിൻ്റെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഇടാം. അപ്പോൾ അതിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ അവരതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമ്മളിതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് കുറച്ച് ക്ലയൻറ്റ്സ് ഓൾറെഡി നമ്മൾ ഇതിലുണ്ട്. പിന്നെ നമ്മൾ
വളരെ കുറഞ്ഞ ക്ലയൻസിന് അറ്റ് എ ടൈം എടുക്കുകയുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ ഡിസ്കഷൻ ഫേസിലൊക്കെ പേഴ്സണലി ഇൻവോൾവ് ആണ്. അപ്പോൾ എൻ്റെ സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഞാൻ കുറഞ്ഞ ക്ലയൻസിന് മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ അതിൽ ഈ ക്ലയൻസിൻ്റെ സ്റ്റോറീസ് അതിൽ ചിലപ്പം സക്സസ് ആവാം, ഫെയിലിയർ ആവാം, അതിൻ്റെ സ്റ്റോറീസൊക്കെ 1 by 1 നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.